ദുഷ്ടരാജാവായ രാവണൻ സീതയെ ബലമായി ലങ്കയിലോട്ട് കൊണ്ടുപോയതായി ജടായുവിന്റെ ജ്യേഷ്ഠൻ സമ്പതി ശ്രീരാമനോട് പറഞ്ഞു. ഇത് കേട്ട ശ്രീരാമൻ ഉടൻ തന്നെ തന്റെ കൂറ്റൻ വാനരസേനയുമായി ലങ്കയിലേക്ക് നീങ്ങി. മാസങ്ങളോളം നടന്ന് അവർ ഒടുവിൽ തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ ദ്വീപിലെത്തി. വലിയ സമുദ്രം കടക്കുക എന്നത് മാത്രമായിരുന്നു അപ്പോൾ വെല്ലുവിളി. കടൽ കടക്കുന്നത് മിക്കവാറും അസാധ്യമായിരുന്നു. ഒരു പാലത്തിന്റെ നിർമ്മാണവും അസാധ്യമായിരുന്നു. അതിനാൽ സമുദ്രദൈവത്തിന്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി ഒരു കൽപ്പാലം നിർമ്മിക്കാൻ ശ്രീരാമൻ തീരുമാനിച്ചു. എന്നാൽ ലങ്കയിലേക്ക് ഇത്രയും നീളമുള്ള പാലം നിർമ്മിക്കുന്നതിന് മുമ്പ് സമ്പതിയുടെ വിവരങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ശ്രീരാമൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇത്രയും നീളമുള്ള പാലം പണിയുന്നത് സമയനഷ്ടമാകും. അങ്ങനെ സീതയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ആരെയെങ്കിലും ലങ്കയിലേക്ക് അയക്കാൻ ശ്രീരാമൻ ആലോചിച്ചു. ഇത്രയും നീളമുള്ള സമുദ്രം കടക്കാൻ ആളില്ലാത്തതിനാൽ എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ധീരനായ അംഗദന് പോലും ഒറ്റയടിക്ക് 100 മൈൽ മാത്രമേ പറക്കാൻ കഴിഞ്ഞുള്ളൂ. പ്രായമായ ഒരു കരടിയായിരുന്നു ജാംബവാൻ. ജാംബവാൻ ഒരു രാജ്യത്തിന്റെ രാജാവും കൂടിയായിരുന്നു. ഹനുമാന്റെ യഥാർത്ഥ ശക്തികൾ അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ ഹനുമാൻ തന്റെ എല്ലാ ശക്തികളും കഴിവുകളും മറക്കാൻ ശപിക്കപ്പെട്ടു. അതിനാൽ ജാംബവാൻ ഹനുമാന് തന്റെ യഥാർത്ഥ ശക്തികളെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. താമസിയാതെ തന്നെ കുരങ്ങന്മാര് ഹനുമാനെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും തുടങ്ങി. ഹനുമാൻ തന്റെ ശക്തികൾ പരീക്ഷിക്കാൻ സമ്മതിച്ചു. ജ്ഞാനത്തിലിരുന്ന് മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഹനുമാന്റെ ശരീരം വലുതായി വളരാൻ തുടങ്ങി. അതതിന്റെ ഉച്ചസ്ഥാനിയിലെത്തിയപ്പോൾ അവൻ സ്വയം എഴുന്നേറ്റ് നിന്ന് മുകളിലോട്ട് പറന്നു ലങ്കയിലേക്ക് പുറപ്പെട്ടു. ഭഗവാൻ ഹനുമാന്റെ ശക്തിയിൽ എല്ലാവരും വളരെ സന്തുഷ്ടരും ആകൃഷ്ടരുമായിരുന്നു. ഹനുമാൻ സമുദ്രത്തിന് മുകളിലേക്ക് എത്തിയപ്പോൾ സൂര്യൻ പ്രകാശിച്ചു. കാറ്റ് ശക്തമായി ഒഴുകാൻ തുടങ്ങി. കാലാവസ്ഥ സുഖകരമായി. സമുദ്രം പോലും ഹനുമാനെ സഹായിക്കുന്നത് പോലെ തോന്നി. കടൽ കടന്ന് ശിഖിക എന്ന രാക്ഷസനെ വധിച്ച ഹനുമാൻ സീതയെ തേടി കനത്ത കാവലുള്ള ലങ്കാ നഗരത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും ലങ്കിനി എന്ന ശക്തമായ അസുരൻ നഗരത്തിൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഹനുമാൻ നഗര കവാടത്തിനടുത്ത് വരുന്നത് കണ്ടയുടൻ ലങ്കിനി ഹനുമാനെ തടഞ്ഞു. ഹനുമാൻ അകത്തേക്ക് കടക്കാൻ നിർബന്ധിച്ചു. പക്ഷേ ലങ്കിനി ഹനുമാനുമേൽ പ്രഹരമേൽപ്പിച്ചു. ഹനുമാൻ തിരിച്ചു. ഹനുമാൻ രോക്ഷാകുലനായി. ഹനുമാൻ തന്റെ ഇടത്തെ മുഷ്ടി കൊണ്ട് ലങ്കിനിയുടെ മുഖത്തേക്ക് പ്രഹരമേൽപ്പിച്ചു. ആ പ്രഹരം ലങ്കിനിയെ വിറപ്പിച്ചു. കുരങ്ങന്റെ ശക്തിയിൽ ലങ്കിനി ആശ്ചര്യപ്പെട്ടു. ഒരു അമ്പരപ്പോടെ ഹനുമാനെ നോക്കി. മരണവെപ്രാളത്തിൽ ലങ്കിനി ഒരു പ്രവചനം ഓർത്തു പറഞ്ഞു. ഒരു കുരങ്ങൻ നിങ്ങളെ തല്ലുന്ന ദിവസം രാവണനും മറ്റെല്ലാ രാക്ഷസന്മാരും കൊല്ലപ്പെടുമെന്ന് ബ്രഹ്മാവ് പ്രവചിച്ചിരുന്നു. അതനുസരിച്ച് ആ പ്രവചനം സത്യമായി. ലങ്കിനി ഹനുമാനെ മോചിപ്പിച്ച് ലങ്കയിൽ പ്രവേശിക്കാൻ അനുവദിച്ചു. അങ്ങനെ തന്റെ വഴിയിൽ വന്ന എല്ലാ തടസ്സങ്ങളും മറികടന്ന് സീതയെ കണ്ടുമുട്ടുന്നതിൽ ഹനുമാൻ വിജയിച്ചു.